കൊല്ലം 2019. ഞാനും അതിലും പ്രേമ പരവശരായി നടക്കുന്ന കാലം. ഒരു ദിവസം വൈകുന്നേരം അതിൽ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞ അയൺമാൻ ഡെഡായി. അന്ന് ഞാൻ ഒരു വികാരമില്ലാണ്ട് അവനോട് ചോദിച്ചു, 1983 രമേശൻ ഞെട്ടിയ പോലെ ഒരു ഞെട്ടലായിരുന്നു അവന്റെ റെസ്പോൺസ്. അപ്പൊ തന്നെ അവൻ ഫോണും വെച്ചു. ഒരു ബ്രേക്കപ്പ് നോട്ടും പ്രതീക്ഷിച്ചെന്ന് എനിക്ക് കിട്ടിയത് കുറേ പടങ്ങളെ ലിസ്റ്റ് ആയിരുന്നു. പ്രേമം മൂത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ കാണാൻ തുടങ്ങിയ പരിപാടിയാണ് ഈ മാർവൽ മൂവീസ്. പക്ഷെ അയൺമാൻ ഗുഹയിൽ വെച്ച് സ്യൂട്ട് ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ എനിക്കിതങ്ങ് തലക്ക് പിടിച്ച്. പിന്നെ ക്യാപ്റ്റൻ വന്ന്, തോർ വന്ന്, ബ്ലാക്ക് വിഡോ വന്ന്, അവസാനം സ്പൈഡർമാനും പല വഴിക്ക് പോയിട്ട് തിരിച്ചു വന്നു. സോ മോറൽ ഓഫ് ദ സ്കോണ ഈസ്, നമുക്കൊരു ക്യാരക്ടറിന്റെ ഫാൻ ആവാനും ഒരു പടം ഇഷ്ടപ്പെടാനും അതിറങ്ങിയ പാട് കാണണമെന്നൊന്നുമില്ല. കാരണം എല്ലാവർക്കും എല്ലാറ്റിനോടും ഒരുപോലെ എക്സ്പോഷർ കിട്ടണം എന്നില്ലല്ലോ. സ്വന്തമായിട്ടൊരു ഫോണും നെറ്റ് റീചാർജ് ചെയ്യാനൊരു അവസ്ഥയും ഈ സിനിമയെല്ലാം പരിചയപ്പെടുത്തി തരാൻ ഒരാളും വന്നതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം കാണാൻ തുടങ്ങി. കിയാനു റീവ്സിന് അറിയില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞതുകൊണ്ട് മാത്രം എന്റെ ഫ്രണ്ടിനെ അതിഭീകരമായി ബുള്ളി ചെയ്തൊരു മഹത് വ്യക്തിനെ ഞാനിപ്പോ സ്മരിച്ചു. എന്താ കിയാനു റീവ്സിന് അറിയാത്ത ആൾക്കാർക്കൊന്നും ഈ നാട്ടിൽ നിലയും വലിയില്ല. നിങ്ങൾക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അത് തന്നെ മറ്റൊരാൾക്കില്ലാന്ന് വെച്ചിട്ട് അയാൾ എങ്ങനെ നിങ്ങളെക്കാൾ ഇൻഫീരിയർ ആവും? നമ്മൾ ഇതെല്ലാം പണ്ടേ കണ്ടു തീർത്തതാണ്, നിങ്ങളെല്ലാം ഇപ്പല്ലേ തുടങ്ങിയേ എന്ന് ചോദിക്കുന്ന എല്ലാ അലവലോദികളോടും ഒറ്റ റെസ്പോൺസ്, അതിന്